നമസ്കാരം. ഫെബ്രുവരി 28 ഇറാനെതിരെ ഇസ്രായേൽ അമേരിക്കൻ സഖ്യം ആരംഭിച്ച യുദ്ധം 5-ാം ദിവസത്തിലേക്ക് കടന്നതോടെ യുദ്ധക്കെടുതികളും മരണവും വർദ്ധിക്കുകയാണ്. യുദ്ധം കൂടുതൽ മേഖലയിലേക്ക് വ്യാപിക്കുമെന്ന ഭീതിയും ശക്തമായിട്ടുണ്ട്. ഇപ്പോൾ തന്നെ 10-ലേറെ രാജ്യങ്ങളിൽ പ്രത്യക്ഷത്തിൽ യുദ്ധം ബാധിച്ചിട്ടുണ്ട്. ഇറാനിൽ അമേരിക്കൻ ഇസ്രായേൽ സേനയുടെ ഭീകരമായ ബോംബിംഗ് 5 ദിവസമായി തുടരുന്നു. ഇതിനകം ഏതാണ്ട് 800-ലേറെ പേർക്ക് മരണം സംഭവിച്ചു. 100 കണക്കിന് ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. ടെഹ്റാനിലെ പ്രധാന ആശുപത്രിയായ ഗാന്ധി ആശുപത്രി ഉൾപ്പെടെ നിരവധി കെട്ടിടങ്ങളാണ് ബോംബിങ്ങിൽ നിലം പതിച്ചത്. ഇറാനിലുടനീളമുള്ള 153 നഗരങ്ങൾ ലക്ഷ്യമാക്കിയാണ് ആക്രമണം നടക്കുന്നത് എന്നാണ് റിപ്പോർട്ട്. ഇതിലേറ്റവും വേദനാജനകമായ സംഭവം യുദ്ധത്തിൻ്റെ തുടക്കത്തിൽ 28 പുലർച്ചെ ഇറാനിലെ തെക്കൻ പ്രവിശ്യയായ മിനാവിൽ പെൺകുട്ടികളുടെ പ്രൈമറി സ്കൂളിന് നേരെ നടന്ന ബോംബാക്രമണമാണ്. ഈ ആക്രമണത്തിൽ ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ 165ഓളം പെൺകുട്ടികളാണ് മരിച്ചത്. അധ്യാപകരും ജീവനക്കാരും ഉൾപ്പെടെ ഏതാണ്ട് 180ഓളം ആളുകൾ മരിച്ചു. 90-ലേറെ പേർക്ക് പരിക്കുണ്ട്. പരിക്കേറ്റവരിലും നിരവധി പിഞ്ചു കുട്ടികളുണ്ട്. കുട്ടികളുടെ കൂട്ടത്തോടുള്ള കബറടക്കം, അതിലെ മാതാപിതാക്കളുടെ ദുഃഖവുമെല്ലാം അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇറാൻ്റെ ആക്രമണത്തിൽ ഇസ്രായേലും വിറച്ചു നിൽക്കുകയാണ്. ഗൾഫിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾക്കും ആസ്തികൾക്കുമെതിരായ ഇറാൻ്റെ തുടർച്ചയായ മിസൈൽ ഡ്രോൺ ആക്രമണത്തിന് ഇപ്പോഴും കുറവ് വന്നിട്ടില്ല. മിസൈൽ ആക്രമണവും പ്രതിരോധവുമെല്ലാം ഗൾഫ് രാജ്യങ്ങളെ ആകെ ബാധിച്ചിട്ടുണ്ട്. സൗദി അറേബ്യയിലെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണശാലയും ഖത്തറിലെ ഏറ്റവും വലിയ ദ്രവീകൃത പ്രകൃതി വാതക കയറ്റുമതിയും നിലച്ചതോടെ ഇന്ധനക്ഷാമവും ഇപ്പോൾ രൂക്ഷമായിരിക്കുകയാണ്. യുദ്ധത്തിൻ്റെ 2-ാം ദിവസം തിങ്കളാഴ്ചയാണ് സൗദി അറേബ്യയിലെ റാസ് തനൂറയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അരാംകോ ഓയിൽ റിഫൈനറിയിൽ തീപിടിച്ചത്. ഖത്തറിലെ വ്യവസായ നഗരമായ റാസ് ലാഹനിൽ പ്രകൃതിവാതക കേന്ദ്രത്തിലേക്കുണ്ടായ ആക്രമണത്തിലാണ് പ്രകൃതിവാതകത്തിൻ്റെയും അനുബന്ധ ഉൽപ്പന്നങ്ങളുടെയും ഉൽപ്പാദനം നിർത്തിവെക്കേണ്ടി വന്നത്. കൂടാതെ ഖത്തറിൽ അമേരിക്കയുടെ ഏറ്റവും വലിയ സൈനിക താവളമായ അൽ ഉദൈദിലേക്ക് ബാലിസ്റ്റിക് മിസൈൽ ആക്രമണമുണ്ടായി. ബഹ്റൈനിലെ അമേരിക്കയുടെ 5-ാം കപ്പൽപ്പടയുടെ ആസ്ഥാനം ആക്രമണത്തിനിരയായി. റിയാദിലെ അമേരിക്കൻ എംബസി എന്നിങ്ങനെ ഏതാണ്ട് എല്ലാ അമേരിക്കൻ ആസ്തികൾക്കും അമേരിക്കൻ സ്ഥാപനങ്ങൾക്കും നേരെ ഇറാൻ്റെ തിരിച്ചടിയുണ്ടായി. കുവൈറ്റിൽ US-ൻ്റെ 3 F-15 യുദ്ധവിമാനം തകർന്നു വീണു. ഇറാൻ മിസൈലുകളെ പ്രതിരോധിക്കുന്നതിനിടെ കുവൈറ്റ് സൈന്യം തന്നെ അബദ്ധത്തിൽ വെടിവെച്ച് വീഴ്ത്തുകയാണെന്ന് എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഇറാൻ തന്നെയാണ് വിമാനം വീഴ്ത്തിയതെന്നും പറയുന്നുണ്ട്. ഇസ്രായേൽ ലെബനാനിൽ കൂടുതൽ ആക്രമണം ശക്തിപ്പെടുത്തിയിരിക്കുകയാണ്. തലസ്ഥാന നഗരിയായ ബെയ്റൂട്ടിലടക്കം ഇസ്രായേലിൻ്റെ ആക്രമണം നടക്കുന്നു. 40-ലേറെ പേർ ഇതിനകം കൊല്ലപ്പെട്ടിട്ടുണ്ട്. നഗരം വിട്ട് ആയിരക്കണക്കിന് ആളുകളാണ് ഇപ്പോൾ പലായനം ചെയ്യുന്നത്. ഖത്തറിൽ നിരവധി പേർക്ക് പരിക്കുണ്ട്. പാകിസ്ഥാനിൽ US എംബസിയിലേക്കുള്ള പ്രതിഷേധത്തിനിടെ സൈന്യവുമായുണ്ടായ ഏറ്റുമുട്ടലിൽ 25-ലേറെ പേർ പാകിസ്ഥാനിൽ മരിച്ചിട്ടുണ്ട്. ഇസ്രായേൽ അനുകൂലമായ UAE-യിലേക്കാണ് ഏറ്റവും കൂടുതൽ ആക്രമണം നടക്കുന്നത്. ഒമാൻ, കുവൈറ്റ് തീരങ്ങളിൽ ഇന്നും കപ്പലിന് നേരെ ആക്രമണം നടന്നു. ഇതോടെ ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള എണ്ണ ചരക്ക് ഗതാഗതം ഏതാണ്ട് പൂർണ്ണമായി സ്തംഭിച്ചിരിക്കുകയാണ്. ഹോർമൂസ് കടൽ വഴിയുള്ള ഗതാഗത സംരക്ഷണത്തിന് യുദ്ധക്കപ്പൽ അയക്കുമെന്ന് ഇപ്പോൾ അമേരിക്ക പറയുന്നുണ്ട്. കപ്പലുകളുടെ സുരക്ഷയ്ക്കായി ഇടപെടുമെന്ന് ഫ്രാൻസും അറിയിക്കുന്നുണ്ട്. ബ്രിട്ടൻ യുദ്ധത്തിൽ ചേരാൻ വിസമ്മതിച്ചെങ്കിലും പിന്നീട് അമേരിക്കയുടെ സമ്മർദ്ദം മൂലം സൈനിക താവളം വിട്ടു നൽകുമെന്ന് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു. കൂടുതൽ രാജ്യങ്ങൾ യുദ്ധത്തിൽ പങ്കാളികളാകുമോ എന്നതെല്ലാം കൂടുതൽ ആശങ്കയുണ്ടാക്കുന്നതാണ്. ഈ യുദ്ധം ലോകമഹായുദ്ധമായി മാറുമോ എന്ന ചർച്ചയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. റഷ്യ ഇപ്പോൾ തന്നെ അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മറ്റു രാജ്യങ്ങളിലെ ഭരണാധികാരികളെ വധിച്ച് ഭരണമാറ്റത്തിന് ശ്രമിക്കുന്നത് ലോകമഹായുദ്ധത്തിന് വഴിതെളിക്കുമെന്നാണ് റഷ്യ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. യുദ്ധം നീളുന്നതിൽ മലയാളികളടക്കം ലക്ഷക്കണക്കിന് ആളുകൾ ഭീതിയിലാണ്. വിദ്യാർത്ഥികളടക്കം 100 കണക്കിന് ആളുകൾ ടെഹ്റാനിൽ കുടുങ്ങിയിട്ടുണ്ട്. ഇറാനെതിരെ നേരിട്ട് യുദ്ധത്തിനിറങ്ങിയില്ലെങ്കിലും ഗൾഫ് രാജ്യങ്ങളും കനത്ത വെല്ലുവിളി നേരിടുന്നുണ്ട്. അമേരിക്കൻ ആസ്തികൾക്കും അമേരിക്കൻ എംബസികൾക്കും എതിരെയായിട്ടാണ് ഇറാൻ്റെ ആക്രമണമെങ്കിലും സിവിലിയൻ മേഖലയും ഈ യുദ്ധം ബാധിച്ചിട്ടുണ്ട്. റിഫൈനറികളെ ബാധിച്ചിട്ടുണ്ട്, വ്യവസായങ്ങളെ ബാധിച്ചിട്ടുണ്ട്. യുദ്ധത്തിൽ നേരിട്ട് പങ്കെടുക്കുമോ എന്ന കൂടുതൽ ദുരിതത്തിലേക്ക് മേഖലയെ തള്ളിവിടുമോ എന്നെല്ലാമുള്ള ആശങ്ക നിലവിലുണ്ട്. ആയത്തുള്ള അലി ഖാംനെയിയെ കൊലപ്പെടുത്തിയ സാഹചര്യം കൂടി കണക്കിലെടുത്ത് അമേരിക്കയുമായി ഒരു ഒത്തുതീർപ്പിനുമില്ലെന്നാണ് ഇറാൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. യുദ്ധം തുടങ്ങിയത് ഇറാനല്ല, തുടങ്ങിയവർ തന്നെ അവസാനിപ്പിക്കട്ടെ എന്നാണ് ഇറാൻ്റെ നിലപാട്. എന്നാൽ അമേരിക്കയും ഇസ്രായേലും ലക്ഷ്യമിട്ട എല്ലാ കാര്യങ്ങളും പൂർത്തീകരിക്കുന്നതുവരെ യുദ്ധം തുടരും എന്ന് അമേരിക്കയും പറയുന്നുണ്ട്. അപ്രതീക്ഷിത തിരിച്ചടി നേരിട്ടതോടുകൂടി അമേരിക്കൻ പൗരന്മാരെയും ഇസ്രായേലികളെയും എല്ലാം
ഗൾഫ് മേഖലയിൽ നിന്ന് ഒഴിപ്പിച്ചു കൊണ്ടുപോകുന്നതിനുള്ള തീരുമാനത്തിലേക്കാണ് ഒടുവിൽ കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. ആകാശ യുദ്ധം കൊണ്ട് ഇറാനെ കീഴ്പ്പെടുത്താനാവില്ലെന്ന വിലയിരുത്തലുണ്ട്. എന്നാൽ യുദ്ധത്തോടൊപ്പം ആഭ്യന്തര കലാപമുണ്ടാക്കി ഇറാനെ വീഴ്ത്താനുള്ള ശ്രമവും പരാജയപ്പെട്ടിരിക്കുകയാണ്. അലി ഖാംനെയി വധിക്കപ്പെട്ടതോടുകൂടി ഇറാനികൾ ഒറ്റക്കെട്ടായിട്ടാണ് ഇപ്പോൾ യുദ്ധത്തിനെതിരെ പ്രതിഷേധിക്കുന്നത്.